കേരളപ്പിറവി ദിനാഘോഷത്തിലും കാവിക്കൊടിയേന്തിയ ഭാരതാംബ. രാജ്ഭവനിൽ സംഘടിപ്പിച്ച ദിനാഘോഷത്തിലാണ് കാവിക്കൊടിയേന്തിയ ഭാരതാംബ ചിത്രം വെച്ചത്. മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലും ശ്യാമപ്രസാദ് മുഖർജി ദിനാചരണത്തിലും ചിത്രം ഒഴിവാക്കിയിരുന്നു. സഫാൻ വി പി വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. സഫാൻ, ഒരു ഭാരതാംബ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ അടങ്ങിയിട്ടില്ല. അത് സിൻഡിക്കേറ്റിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിപ്പോൾ ഏത് പരിപാടിയിലായിരുന്നു? അമൃത, ഇന്നലെ കേരളപ്പിറവി ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് കാവിക്കൊടിയേന്തിയ ഭാരതാംബയ്ക്ക് മുന്നിൽ ഗവർണർ പുഷ്പാർച്ചന നടത്തുന്നതും നിലവിളക്ക് കൊടുത്തതുമായ ദൃശ്യം പുറത്തു വന്നിട്ടുള്ളത്. ഈ രാജ്ഭവനിൽ സർക്കാരുമായി ഗവർണർ നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു പോരിലേക്ക് നയിച്ച വിഷയം വലിയ ഒത്തുതീർപ്പിൽ, വലിയ ചർച്ചയ്ക്ക് ശേഷമാണ് പരിഹരിച്ചത്. ആ അർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗവർണറുമായും സർക്കാരുമായും നടത്തിയതിന് ശേഷം പിന്നീട് മുഖ്യമന്ത്രി അടക്കം നടത്തിയ പരിപാടിയിൽ നിന്ന് രാജ്ഭവൻ ഈ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ കേരള പിറവിയുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഇത്തരത്തിലൊരു ചിത്രം പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട് തുടക്കം വരുന്നത്. കൃഷിവകുപ്പ് രാജ്ഭവൻ സംഘടിപ്പിച്ച പരിപാടിയിൽ ഇത്തരത്തിലൊരു ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ആ പരിപാടി സർക്കാർ മന്ത്രി പി പ്രസാദ് അത് ബഹിഷ്കരിച്ച് ദർബാർ ഹാളിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതാണ് ഈ ഭാരതാംബ വിജയത്തിൻ്റെ തുടക്കം. പിന്നീട് മന്ത്രി വി ശിവൻകുട്ടിയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിൻ്റെ ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ കാവിക്കൊടിയേന്തിയ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് ചടങ്ങ് ബഹിഷ്കരിച്ച് പോരുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടെയുള്ള RSS പരിപാടികളിലുള്ള ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കാൻ അംഗീകരിക്കുന്നില്ല എന്ന നിലപാടായിരുന്നു സർക്കാർ സ്വീകരിച്ചത്. ഇത് ഒരു ഘട്ടത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരിലേക്ക് വരെ പോകാൻ ഇടയാകുന്നൊരു സാഹചര്യം ഉണ്ടായി. പരസ്പരം പരസ്യമായി വാഗ്വാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലേക്ക് വരെ നയിച്ച ഒരു സംഗതിയായിരുന്നു. പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ ഒക്കെ നേതൃത്വത്തിൽ മന്ത്രിമാരൊക്കെ ഇടപെട്ട് ഒരു സമവായ ചർച്ച നടത്തുന്നതും ഈ ഭാരതാംബ ചിത്രം ഒഴിവാക്കി സർക്കാർ ഗവർണറുമായി രാജ്ഭവനുമായി സഹകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് വരെ ഉണ്ടായിരുന്നു. മന്ത്രിമാർ രാജ്ഭവനിലേക്ക് ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി രാജ്ഭവനിൽ പരിപാടി പങ്കെടുത്തപ്പോഴും ഈ ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കിയിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ഇന്നലെ കേരള പിറവി ദിനവുമായി ബന്ധപ്പെട്ട് ഭാരതാംബയുടെ ചിത്രം ഈ രാജ്ഭവനിൽ ഒരു പരിപാടിയിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഇത് എത്തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഉറ്റുനോക്കുന്നത്. അമൃത.